ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വിഷു ദിവസത്തിൻ്റെ ആ ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് നമ്മൾ അരിപ്പറമ്പത്ത് നിന്ന് മണ്ണഞ്ചേരിയിലേക്ക് ഇതേ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അങ്ങനെ ഓട്ടോ കയറിയപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചു കേട്ടാൽ കണിക്കൊന്നയാണ്. എന്ത് രസമാണല്ലേ കാണാൻ. എൻ്റെ 25 രൂപയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അടുത്ത കടയിലൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ റൂമാണ് കേട്ടോ, കണ്ട. അപ്പോൾ അമ്മ രാവിലെ തൊട്ട് ക്ലീനിങ് ആയിരുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി താഴെ തറയിലൊക്കെ ആണെങ്കിലും മൊത്തം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഫുൾ റൂം വൃത്തിയാക്കി. റൂം മാത്രമല്ല, വീട് ഫുള്ള് തൂത്ത് തുടച്ച് അടുക്കള വരെ മൊത്തം ക്ലീനാക്കിയിട്ട് അമ്മ കമ്മിറ്റിക്ക് പോയി. ഞാൻ വന്നത് ഫുഡ് കഴിച്ചിട്ട്, എനിക്കെന്തോ വീട്ടിൽ വന്ന് അപ്പം ഫുഡ് കഴിക്കണം, അതെന്തോ ഒരു ത്വരയാണ്. അപ്പം വന്നതും ഞാനും കഴിച്ചു, നിതിനും കൂടെ കഴിച്ചേട്ടാ. ഞങ്ങൾ ഫുഡ് കഴിച്ചു. വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ടാണെങ്കിൽ കഴിച്ചിട്ടാണ് വന്നതെങ്കിലും ഇവിടെ വരുമ്പോൾ കഴിക്കാൻ പിന്നെയും തോന്നും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ പടക്കം മേടിച്ച് കാണിച്ചു തന്നല്ലോ, കാണിച്ചു തരാട്ടാ. ഇവിടെ നിതിനിപ്പതേ ഇവിടെ ഇരുന്നിട്ട് TV കാണുക. നമ്മുടെ കാത്തും കൊച്ചിനെ എടുത്തോണ്ട് ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ താമസം നമ്മുടെ കുഞ്ഞാറ്റ കൊച്ചിനെയും കൊണ്ട് കിഴക്കോർത്തോട്ട് പോയി. നമ്മുടെ വലിയച്ഛൻ്റെ വീടിന് നമ്മൾ കിഴക്കോറോന്ന് ഞാൻ പറയും കേട്ടോ, കിഴക്കോർത്തോട്ട് പോയി. പിന്നെ പടക്കം ഞാൻ ഇങ്ങോട്ട് കാത്തും അപ്പുറത്തോ ഇപ്പുറത്തോ ഇങ്ങോട്ടോ ഓടിയിട്ടുണ്ട്. അപ്പം നമ്മളിതേ കുറേ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഓലപ്പടക്കം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛന് പൊതുവെ പടക്കം പേടിയാണ് കേട്ടോ. പടക്കം വെച്ചാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ അച്ഛന് കൂടുതലും പേടിയായതുകൊണ്ട് തന്നെ ഇവിടെ അച്ഛൻ അങ്ങനെ അധികം, എൻ്റെ കുഞ്ഞിൻ്റെ ആണെങ്കിലും അധികം പടക്കം വാങ്ങിക്കാറില്ല. പിന്നെ ഞാനും ഇതിനൊക്കെ കൂടിയിട്ട് വരുമ്പോൾ വാങ്ങുന്നതാണ് കൂടുതലും. അപ്പം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കാണാം. പിന്നെ എൻ്റെ ഫോണിൽ ഇപ്പം ചാർജ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കിഴക്കോർത്ത് ഞാനൊന്ന് കുഞ്ഞിനെ എടുക്കാൻ പോകണം. ഇനി അവനെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് വൈകിട്ടത്തെ വിഷുവിൻ്റെ ആ ഒരു തുടക്ക ആഘോഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം. അപ്പോൾ ഞാനൊന്ന് പോയി ഫോൺ കുത്തിയിടട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈവനിങ് കാണാം. ടാറ്റാ. അങ്ങനെ ഒരു ഈവനിങ് 6 മണിക്ക് ഞാനും നമ്മുടെ കുട്ടീസൊക്കെ ചേർന്നിട്ട് അടുത്ത ജംഗ്ഷൻ വരെ പോകാണേ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു മുന്നേ നമ്മൾ ഫസ്റ്റ് പ്രൊമോഷൻ ചെയ്ത ഒരു കടയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മങ്കാഫ് ബേക്കറിയിലോട്ട് പോവാട്ടോ. നമ്മുടെ കുട്ടീസ് എല്ലാവരും കൂടിയിട്ട്, നമ്മുടെ ശിവക്കുട്ടിയുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നല്ല ചൂട് കേട്ടോ. നിങ്ങളുടെയൊക്കെ അവിടെ ചൂടായിരിക്കുമല്ലോ എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇവിടെയും ഭയങ്കര ചൂടാണ്. നമ്മൾ ഈ ഒരു 6 മണി കഴിഞ്ഞ സമയത്തും നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകട്ടെ. ജ്യൂസ് അല്ല, ഷെയ്ക്കാണ്. ഇവിടെ പഞ്ചാര മണ്ണല്ലേ അമ്മച്ചിട്ട്, അതുകൊണ്ട് അത് നമ്മുടെ പള്ളി നമുക്ക് അപ്പൊ നമ്മള് ഈ വണ്ടി വരുന്നുണ്ട് കേട്ടോ, ചില നേരത്ത് മിണ്ടാതെ വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മങ്കാഫ് ബേക്കറി പോയിട്ട് നമുക്കൊരു ഷേക്ക് കുടിക്കാം. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഷെയ്ക്ക്, 10 രൂപയുടെ ഷെയ്ക്ക് ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങളുടെ ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം അവർ റെഡിയാക്കിയിട്ടുള്ളതാണ് ആ ഒരു ഷെയ്ക്കിൻ്റെ ആ ഒരു ഗ്ലാസ്. അപ്പോൾ അടിപൊളി ഷെയ്ക്കാണ് കേട്ടോ. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ മിസ് ചെയ്യാതെ പോയി കുടിക്കുന്ന ഒരു ഡ്രിങ്ക്സ് അതെന്താണെന്ന് വെച്ചാൽ ഇതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ കുട്ടീസിൻ്റെയൊക്കെ. നമ്മുടെ കാത്തൂൻ്റെ ചിരിയുണ്ട്, അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എപ്പോൾ കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റാണെങ്കിൽ പിന്നെ അവനെ നിലത്ത് വെക്കത്തില്ല, ഇങ്ങനെ എടുത്തോണ്ട് നിന്നോളും. പാവം അവനും അങ്ങനെ എല്ലാവരുടെ അടുത്തും ഒന്നും പോകത്തില്ല. പിന്നെ കുഞ്ഞാറ്റയുടെ അടുത്ത് ഇപ്പോൾ ഇല്ല, എപ്പോഴും പോകും കേട്ടോ. കാരണം അവളുമായിട്ട് ഭയങ്കര പരിചയമായി. നമ്മളിപ്പോൾ 2-3 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കൂട്ടായി. അങ്ങനെ ശിവക്കുട്ടൻ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡ് കാണിക്കുന്നുണ്ടോ, ഇത് കിടക്കുന്നത് നിറച്ച് കളിപ്പാട്ടാട്ടോ. ഇത് അധികം വിലയൊന്നുമില്ല. ഈ നമ്മുടെ ഉത്സവപ്പറമ്പിൽ പോലും
ഒരുപാട് കൂടുതലാണ് വിലയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വെച്ച് ഈ കടയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര 50 രൂപ, 80 രൂപ, 100 രൂപ, 120 രൂപ അതിൽ കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കിടക്കുന്നതെല്ലാം ആ ഒരു റേറ്റാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. നമ്മുടെ കുട്ടീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ അത് നോക്കി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നോളും. മൈക്കില്ലാത്തതുകൊണ്ടും നമ്മുടെ ബാങ്ക് വിളിക്കുന്ന സമയം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ഇക്കാതെ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മള് ഫാനല്ലേ നോക്കിയത്, ഹാൻഡ് ഫാനില്ലേ, ആ സംഭവം ഇങ്ങനെ നോക്കിയിട്ട് അത് നോക്കിയിട്ട് കിട്ടിയില്ല. ഇല്ലടി, ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം വാങ്ങിച്ചു. പക്ഷെ അത് പെട്ടെന്ന് ഞാനാണ് തോന്നുന്നു ഒറ്റയടിക്ക് നെക്കി അത് പെട്ടെന്ന് കളഞ്ഞു. അതിപ്പോ അവിടെ ഇരിപ്പുണ്ട് അരിപ്പറമ്പ് വീട്ടില്. അപ്പൊ കൊച്ചു യൂട്യൂബേഴ്സ് ആണ്, കൊച്ചു യൂട്യൂബേഴ്സ്. നമ്മള് വലിയ യൂട്യൂബേഴ്സ് ആണെന്നല്ല കേട്ടോ, നമ്മള് കുഞ്ഞാപ്പി ആയതുകൊണ്ട് കുഞ്ഞാപ്പി എന്ന് പറഞ്ഞു. നമ്മുടെ ഫാനിന്റെ അടിയിലെ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കണോന്നാണ് ഈ പറയണത് അല്ലേ കാത്തമ്മ? ശിവക്കുട്ടന് എനിക്കും കൂടി അപ്പൊ പിന്നെ എനിക്കാ എല്ലാവർക്കും മേടിക്കാം. ഡൺ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു കേട്ടോ. ഈ ഒരു 10 രൂപയുടെ ഷെയ്ക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല തിക്ക് ഷെയ്ക്കാണ് കേട്ടോ, നല്ല കട്ടിയിൽ നമുക്ക് കിട്ടും. അത് മാത്രമല്ല അതെ നമ്മുടെ ശിവക്കുട്ടൻ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. ഭയങ്കര ഫേവറേറ്റ് ആണ് നമ്മുടെ ശിവക്കുട്ടൻ്റെയും. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിലാണ് ഇപ്പം നമുക്ക് ഷാർജ ഷെയ്ക്ക് തരുന്നത്. മുന്നേ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്കിത് സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റുമാണ്. മിഠായി കിട്ടിയാ? മിഠായി മേടിച്ചു കൊടുത്താ? സൂപ്പർ. അവനെ അവിടെ ഇരുത്താൻ വിളിച്ചിട്ട് അവൻ വരുന്നില്ല. അവൻ ഓടി നടക്കും. അവൻ നീ കുടിക്കണ്ട. വീട്ടിൽ ചിലപ്പോ പച്ചവെള്ളം അവൻ ആ ഫാനും നോക്കി നടക്കും ഇങ്ങനെ. ഞാൻ ചവിട്ടി പോയി. അടിപൊളി സാധനം. അടിപൊളി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. നേരത്തെ ഒരാൾക്ക് പറഞ്ഞല്ലോ, അതേപോലത്തെ ഇപ്പൊ എനിക്ക് ഈ ഗ്ലാസ് ആയതുകൊണ്ട് നാളെ ചിലപ്പോ വരുമായിരിക്കും. നല്ല അടിപൊളി സാധനം, മലബാർ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു ചോക്ലേറ്റിന്റെ സാധനം. നാളെ വരുമെന്നാണ് എനിക്കൊരു ഇതാ. നാളെ പറഞ്ഞോന്നാണ് ആഗ്രഹം. നാളെ വരുവാ വെച്ചിട്ട് സെറ്റാക്കാം. ഇത് മതിയമ്മ. നാളെ ഈ ചെറുക്കനെ കൊണ്ടുവരണ്ട, ഞാൻ എടുക്കത്തുമില്ല. വീട്ടിൽ മര്യാദ എടുത്ത് ഇറക്കിക്കോ. ശിവക്കുട്ടിന് ഇഷ്ടപ്പെട്ട അടിപൊളി സാധനം. തീർന്നു പോയി. വേണോ? ഓഫ് ചെയ്ത് തരുന്നത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതേ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഇന്ന് നമ്മൾ മേടിച്ച സാധനം കാണിച്ചത് ഈ സാധനം കേട്ടാ. ഇത് ജീരകമിട്ടാണ് കഴിച്ചിട്ട്. ഇത് ജീരകമിട്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ ഭയങ്കര ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. കണ്ടാ മറ്റേ സംഭവം ഒരു വില്ലിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ വില്ല് ചേട്ടൻ എടുത്തു തന്നില്ല. ആണോ? വില്ലുണ്ടായിരുന്നു. ഇതിന്റെ അമ്പുണ്ടെന്ന്. ഇതൊരു ചേട്ടൻ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ നമുക്ക്. പെട്ടെന്ന് ഇവള് ബഹളം ഉണ്ടാക്കിയപ്പോ ആ ചേട്ടൻ പെട്ടെന്ന് എടുത്തു കൊടുത്ത. ചേട്ടനായിട്ട് കൂട്ടത്തിലുള്ള സാധനം അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ ആ സംഭവമാണ് കേട്ടോ. ഈ ട്രോഫി ഞാൻ താഴെ എടുക്കാൻ പോകാം. അപ്പൊ അതെ നമ്മളത് താഴെ ഇറങ്ങാത്ത കണ്ട അട്ടേനെ പോലെ അള്ളി പിടിച്ചിരിക്കുക നിലത്തെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ പടക്കമൊക്കെ പൊട്ടിക്കണം. നിധിൻ വരണം, വന്നിട്ട് വേണം പൊട്ടിക്കാൻ. അപ്പൊ നമുക്ക് ഇനി പടക്കം പൊട്ടിക്കുന്ന സമയത്ത് കാണാം. എല്ലാവർക്കും എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഹാപ്പി വിഷു. കാത്തു ഇതിലെണ്ണം വന്നിട്ടുണ്ട്. ശിവകുട്ടൻ ബേബിയമ്മയുടെ ഫോൺ എടുത്ത് കളിക്കുമായിരുന്നു. അപ്പൊ ശിവകുട്ടൻ ബേബിയമ്മയുടെ ഫോണിൽ പിടിച്ച് കളിക്കുമായിരുന്നു. അപ്പൊ ബേബിയമ്മൻ അതെടുത്ത് മാറ്റി. അതിന്റെ ആ വിഷമത്തിൽ നിൽക്കുന്ന ഒരു പുരുഷനെയാണ് ഗൈസ് നമ്മളിവിടെ കാണുന്നത്. കേറുന്നുണ്ട് ചെറുക്കൻ.
ശിവകുട്ടാ വാ വാ മിഠായി തരാം വാ. ആ കേറി സീഡിൽ തന്നെ ഇറങ്ങി ശിവകുട്ടന്റെ വാ എന്നാ. അങ്ങനെ ശിവക്കുട്ടൻ നമുക്ക് ഫ്രീ കിട്ടിയ മിഠായിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഒക്കെ നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേര കറി വയ്ക്കാൻ പോകട്ടോ. മീൻ കറി വെച്ചിട്ട് കുറച്ചുകൂടി ഇരുട്ടായിട്ട് പടക്കം പൊട്ടിക്കാൻ തുടങ്ങാം എന്ന് കരുതിയിട്ടാണ്. ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് അവൾ ഓപ്പോസിറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് നിന്ന് എടുക്കുന്ന ഓപ്പോസിറ്റ് അല്ലാത്തതുകൊണ്ടാണ് ജയിച്ചില്ലാത്തത്. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറി ഉണ്ടാക്കി വെക്കണം. നമ്മുടെ കേരക്കറി അച്ഛൻ കൊണ്ടുവന്ന കേട്ടോ. കേര കറി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കാം. അപ്പൊ നമുക്ക് ആദ്യമേ കേര കറി വെക്കാം. ഇവിടെ ശിവക്കുട്ടൻ ഇതിന്റെ മണ്ടമേൽ കയറാൻ കിടന്ന് ബഹളം വെക്കുവാണ്. ഇതിന്റെ മേളിൽ ഇച്ചിരി നേരം കയറ്റി നിർത്തിയായിരുന്നു. കയറ്റി നിർത്തത്തില്ല, ഇതേ അവൻ ബഹളം വെച്ച് ഓടുവാണ്. അപ്പൊ അമ്മച്ചിട്ട് എവിടെയാന്നായിരിക്കും കാത്തു അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അമ്മച്ചിട്ട് അതേ കാര്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. എന്ത് ചെയ്യുവാ നമ്മള് അച്ഛൻ കേര കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കേര കറി വെക്കാൻ പോവാ. അതിൽ വെള്ളം ഉണ്ടായിരുന്നത് കേര കേര ഇനി അടുത്ത പരിപാടിന് പടക്കം പൊട്ടിക്കുന്നവരെ നമുക്കൊരു ക്ഷമ ഉണ്ടാകത്തില്ല. അതുവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണം. അമ്മ ചേച്ചി എന്തെടുക്കുവാണ്? പൊടി ഐറ്റംസ് ആയിരിക്കും. ഈ ഗായ്സ് ഇവിടെ വെച്ച കള്ളച്ചെറിയ കരയുമാണ്. വാ വാ എടുക്കണോ? മിഠായി മേടിച്ചോ. തൊപ്പിയൊക്കെ വെച്ചിട്ട് ആള് മാറിപ്പോയി. നിക്കുന്നുണ്ട. നമുക്ക് ശിവകുട്ടൻ്റെ എന്തേ കാത്തൊരു ഹായ് പറയും വെച്ചിട്ട് വെച്ച വായിലൊന്നും മിഠായ. കാത്തു എന്തൊക്കെ കൂപ്പറായും കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതേ വന്നാമ മറന്ന് അവൻ ഇത്ര നേരം അവൻ അവിടെ നിൽക്കുമായിരുന്നു. ഗൈസ് ഇതായിരുന്നു നമ്മുടെ പടക്കം കിട്ടിയതാണ്. ഇവിടെ ഫുള്ള് വാർത്ത നടക്കും. സരിച്ചെന്നെ പിടിക്കും. എങ്ങനെ കാണിച്ച് എന്നെ കാണിക്കാൻ പറയാം. ഇതിപ്പോ ഒന്ന് വഴത്തടി കയ്യിലെടുത്തില്ലടി മറന്നു പോയി. മറവി അതെ എന്തൊക്കെയോ വന്ന് നിന്ന് പറയുന്നുണ്ട്. അതെ അടുത്തവൻ ഒന്നിനു പറയും ഒന്നായിട്ട്. ദൈവമേ ഞാൻ വായിലിട്ടോണ്ടിരിക്കും. അപ്പൊ നമുക്കിനി ഞാൻ എന്റെ ഈ കേര കൂടി കറി വെച്ചിട്ട് ഭയങ്കര ബഹളാണ്. എടുത്തോ. അപ്പൊ നമുക്കിനി എന്തായാലും എടി അന്ന് നമുക്ക് അതിനൊക്കാലോ. അപ്പൊ നമുക്ക് എന്നാ ഇനി ഒന്നും പറയാത്ത കൈ വേദന എടുക്കണ്ടേ? നമുക്ക് സെൽഫി സ്റ്റിക്ക് ഒന്നുമില്ല. കൈ പിടിച്ച് വേണം എടുക്കാൻ. കൊടുക്കടി അങ്ങോട്ട് മാറിക്കും. അപ്പൊ നമുക്ക് ഇനി എന്തായാലും കേര കറി വെച്ചിട്ട് കാണാം. എന്നിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കല് കർമ്മത്തിലോട്ട് ഭയങ്കര ഇരുതായിപ്പോയി. ഭയങ്കര കറണ്ടും പോയി ഫ്രണ്ട്സ്. മൊത്തം ഇരുട്ടായി.
ഫുൾ ഇരുട്ട് ഓഫ് ഇരുട്ട്. ഇതാ ഇനി അടിപൊളി കാറ്റാണ്. പടക്കം പൊട്ടിക്കാൻ എല്ലാം സെറ്റായി നോക്കും. ഇതേ കണ്ട ഫുൾ ഇരുട്ടോട് ഇരുട്ടാണ് ചുറ്റും കണ്ട. നല്ല തണുത്ത കാറ്റ്, അടിപൊളി. നമുക്ക് ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്, പക്ഷെ ഭയങ്കര കാറ്റാണ് കേട്ടോ, അടിപൊളി കാറ്റാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല അടിപൊളി മഴയും വരുന്നുണ്ട്. അങ്ങനെ നമ്മളും ദേ പടക്കം പൊട്ടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാത്തുമ്പിക്ക് ഇത് ഭയങ്കര പേടിയാണ്. പിന്നെ ഈ ഒരു കമ്പിത്തിരി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വടിയൊക്കെ പ്രത്യേകം പപ്പര തണ്ടൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കുറേ പടക്കമൊന്നുമില്ല, കുറച്ച് നമുക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വീട്ടിൽ എല്ലാ കുട്ടികൾക്കൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇത് ചെറിയ പൂത്തിരി, സോറി അതിൻ്റെ പേരെന്താണ്, മത്താപ്പൂ എന്നല്ല, ആ സംഭവമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വലുതുമുണ്ട്. അപ്പോൾ ആദ്യം നമ്മളെ ചെറുത് പൊട്ടിച്ചിട്ട് വലുത് പൊട്ടിക്കാൻ ഓർത്തു. പിന്നെ അന്നത്തെ ആ ഒരു പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ സാധാരണക്കാരുടെ വീട്ടിൽ കുറച്ച് പടക്കം വാങ്ങിച്ച് പൊട്ടിക്കില്ല, ആ ഒരു സാധാരണ ആഘോഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇട്ടിട്ട് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞാറ്റയുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് അപ്പുറത്തുനിന്ന് അപ്പുമാമനും കിച്ചുമാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അപ്പുമാമൻ കിച്ചുമാമൻ എന്ന് പറയുന്നത് എൻ്റെ ഹങ്ങളമാരാട്ടോ, എൻ്റെ മക്കൾ അവരെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ അത് ഞാനും ഇങ്ങനെ അവരെ വിളിക്കും. അപ്പോൾ അതെ ഇത് കണ്ടോ, ചിലതിങ്ങനെ പൊട്ടാതെ നിൽക്കും ഈ ഒരു പൂത്തിരി. അതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. കാരണം ആ ഒരു ബോക്സിലൊരു 5-6 എണ്ണോ ഇതുപോലെ അങ്ങ് പോയി. പിന്നെ എത്ര പ്രാവശ്യം എനിക്ക് ആദ്യം തോന്നി ഞങ്ങൾക്ക് മഴ ആയതുകൊണ്ട്, മഴ ഇതിൻ്റെ ഇടയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഞങ്ങളൊരു കട്ടി പേസ്റ്റ് ബോർഡിൻ്റെയും അതിൻ്റെ കവറിൻ്റെയൊക്കെ പുറത്ത് വെച്ച് കത്തിക്കാൻ നോക്കി, പക്ഷെ അതും ഫ്ലോപ്പായി പോയി. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ ഓർത്തു. എന്നിട്ടും പല രീതിയിൽ ഇങ്ങനെ മുറിച്ച് അതിൻ്റെ ആ തിരിയൊക്കെ പുറത്തോട്ടൊക്കെ എടുത്ത് നോക്കി, പക്ഷെ നടന്നില്ല. അത് പറ്റിപ്പേര് സാധനമായിരുന്നെന്ന് തോന്നുന്നു, നമ്മളെ പറ്റിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൽ ഇട്ട് പണിയേൽ അങ്ങ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നിർത്തി കേട്ടോ. പിന്നെ കുറേ നേരം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് പിന്നെ അത് ഞങ്ങൾ കുറേ നേരം കുലുക്കിയൊക്കെ വെച്ച് നോക്കി. പിന്നെ ഏകദേശം നല്ലോണം പൊട്ടി കേട്ടോ. ഇത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ. ഇതിലും വലുതൊക്കെ പൊട്ടിച്ച സമയത്ത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ശിവക്കുട്ടിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനും കുറേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എടുത്ത കൊച്ചു ക്ലിപ്പിങ്സ്, നമ്മുടെ കുഞ്ഞാറ്റ കുറേ നേരം കത്തിക്കുന്നത്, നമ്മുടെ ശിവക്കുട്ടനെ ഈ പപ്പരത്തണ്ടിൽ കുത്തിയിട്ട് കത്തിക്കുന്നതും, പിന്നെ അമ്മയുണ്ടായിരുന്നു, അച്ഛൻ വാദിക്കൽ അവിടെ കസേര ട്രിപ്പുണ്ട് അവിടെ, ഇതൊക്കെ ഞങ്ങൾ പൊട്ടിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ശിവക്കുട്ടൻ പൊട്ടിക്കുന്നുണ്ട്. അച്ഛനും മകനും കൂടിയിട്ടാണ്. പുറത്ത് കുഞ്ഞാറ്റയും നമ്മുടെ കാത്തുമ്പിയും കൂടി. കാത്തുമ്പിക്ക് ഭയങ്കര പേടിയാണ് ഈ സാധനം അവളുടെ കൈ വീഴുമോ എന്ന് ഓർത്തിട്ട് ഇടയ്ക്ക് കുറേ നേരം കാറുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിച്ചതാണ്. പിന്നെ ദേ അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അച്ഛന് പുറത്തോട്ടിറങ്ങി പൊട്ടിക്കാൻ അച്ഛനിപ്പോൾ പേടിയാട്ടോ. പണ്ട് ഓലപ്പടക്കമൊക്കെ കുത്തിയിരുന്ന് പൊട്ടിക്കുമായിരുന്നു. ഇപ്പോൾ എന്തോ ഒരു ആക്സിഡൻറ്റിന് ശേഷം ആയിരിക്കാം എല്ലാത്തിനോടും ഒരു ഭയം. അങ്ങനെ അച്ഛൻ അവിടെ കസേരയിട്ടിരുന്ന് ഞങ്ങൾ പൊട്ടിക്കുന്നതൊക്കെ കാണുകയാണ്. പിന്നെ ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാട്ടോ ഇത്രയും നേരം പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലൈറ്റ് ഓണാക്കി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ആ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ, അത് കെട്ടുപോയിട്ട് അത് പിന്നെ കത്തിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആഘോഷം പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പിത്തിരി പൂത്തിരി സത്യം പറഞ്ഞാൽ എന്നാ രസമല്ലേ കാണാൻ. നമ്മുടെ വിഷുവിൻ്റെ ആ ഒരു ഈ ചുറ്റിനും നമ്മുടെ വീടിൻ്റെ വാതിൽക്കലും റോഡിലൊക്കെ കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് സൗണ്ടാണ് പുറത്ത്, അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഇതിടുന്നില്ല കേട്ടോ. പിന്നെ പാട്ടും കൂത്തൊക്കെ ഉണ്ട് അപ്പുറത്തെ ക്ലബ്ബിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ സമയത്ത് നമുക്ക് വൈബ് ഫീൽ ആയിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇപ്പം ഇതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി സോങ്സൊക്കെ കേട്ടോ. ചുറ്റും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, നമുക്കൊന്നും ഉള്ളാൻ തോന്നുന്ന രീതിയിലുള്ള സോങ്സാണ്. പക്ഷേ പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടാട്ടോ ബാക്കി വീഡിയോസ് ഇടുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ നിതിൻ ഈ ഓലപ്പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സൈഡിൽ മാറി പേടിച്ചിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മുടെ ശിവക്കുട്ടനും ഈ ഒരു ഓലപ്പടക്കം പൊട്ടിക്കുമ്പോൾ ഇച്ചിരി ആൾ പാളിപ്പോകും, പേടിയാണ്. അപ്പോൾ ശിവക്കുട്ടൻ കയറി കുഞ്ഞാറ്റയുടെ മടിയിലും കാത്തു കയറി എൻ്റെ മടിയിലും ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ കുറച്ച് നേരം ഇതിനങ്ങനെ അതൊക്കെ കത്തിച്ചു, അതുമൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം ഇരുന്നു. പിന്നെ ഓലപ്പടക്കം എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത കാര്യം, സത്യം പറഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും എനിക്ക് എന്തോ താല്പര്യമില്ല കേട്ടോ ഈ ഒരു പടക്കം മാത്രം. പിന്നെ എനിക്ക് ഏറ്റവും വന്നിട്ടും പോയിട്ടും ഇഷ്ടം കമ്പിത്തിരി കേട്ടോ, എൻ്റെ ഫേവറേറ്റ് കമ്പിത്തിരി. അതും ഇതിൽ കുത്തിയിട്ടേ ഞാൻ പൊട്ടിക്കാറുള്ളൂ, എനിക്ക് പേടിയാണ്. ചിലത് കളറുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രീൻ, യെല്ലോ, റെഡ് അങ്ങനെ കളറുള്ളതിൽ പുകയായിരിക്കും കൂടുതൽ. നമ്മളിങ്ങനെ ഗിൽറ്ററിങ്ങനെ തെറിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മൾ പടക്കമൊക്കെ ആദ്യത്തെ ദിവസം കത്തിച്ചു. നമ്മുടെ ശിവക്കുട്ടി കാത്തു വന്ന് ഉറങ്ങാൻ കിടന്നു കേട്ടോ. അച്ഛൻ സീരിയൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ഛന് സീരിയൽ കാണാതിരിക്കാനേ പറ്റത്തില്ല. പിന്നെ അമ്മ ഒന്ന് ചോദിക്കുവാണ്, ഇത് തീർന്നാ, എന്നിട്ട് നിങ്ങൾ കിടക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കത്തിച്ച് തീർന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇതെല്ലാം ഇനി ഒന്ന് ഒതുക്കി ആ കമ്പിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിനി ഒന്ന് കിടക്കാൻ. അപ്പം നമ്മുടെ കുഞ്ഞാറ്റത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഓലപ്പടക്കം കത്തിച്ചിരുന്നവരെ ഞങ്ങളിവിടെ പോസ്റ്റാണ്. അപ്പം അത് നോക്കി ഞങ്ങൾ അങ്ങനെ അങ്ങ് ഇരിക്കുവാണ്. പിന്നെ നമ്മുടെ ആഘോഷങ്ങൾ വീണ്ടും തുടങ്ങി. കുറേ നേരം ഒരു 11-12 മണി വരെ അടുപ്പിച്ച് നമ്മളിങ്ങനെ ഇത് കത്തിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്പിത്തിരി മാത്രം ഇങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കാൻ. അതങ്ങനെ ഞാൻ കത്തിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. എനിക്ക് ഒന്നാമത്തെ കാര്യം പേടിയുണ്ട്, പക്ഷേ എങ്കിൽ ഞാൻ പപ്പരത്തണ്ടിലൊക്കെ വെച്ചിട്ടാട്ടോ ഇതിന് കത്തിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്, എന്നാൽ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ കമ്പിത്തിരി. അങ്ങനെ നമ്മുടെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കിടന്ന് ഉറങ്ങി. ഇത് പിറ്റേ ദിവസമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മളിത് പിറ്റേ ദിവസം രാവിലെയായി. കാത്തുമ്പി ഇതേ മുടിയൊക്കെ ഒതുക്കി കെട്ടി വെച്ച്, രാവിലെ എഴുന്നേറ്റ് ഞാൻ മുടി ഒതുക്കി കെട്ടി വെച്ച് കൊടുക്കും. പിന്നെ അതേ അമ്മ അവിടെ ഇരുന്ന് അവൾ TV കാണുകയാണ്. അമ്മ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല പൂ പോലത്തെ ഇഡലി എന്നൊക്കെ പറയത്തില്ല, അമ്മ വരച്ചാട്ടോ ഉണ്ടാക്കുന്നത് കൂടുതലും. കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല, എനിക്കിത് പുളിപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ മല്ലി സാമ്പാറാട്ടോ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മല്ലി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല, ഉള്ളതൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളെല്ലാവരും കുളിച്ച് വന്നിട്ട് നമ്മുടെ വിഷു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതേ അച്ഛന് കൊടുത്ത് ആദ്യം അമ്മ തൊഴുതു. പൈസ നമ്മുടെ വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. നമ്മുടെ കാത്തുമ്പിയെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അവൾക്കും അച്ഛൻ കൈനീട്ടം കൊടുത്തു. പിന്നെ അച്ഛൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വാ ഓരോരുത്തരായിട്ട് വാ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഫോണെടുത്ത് കാത്തുമ്പിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാനും കൈനീട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നു. അങ്ങനെ ഞാനും കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൈനീട്ടം വാങ്ങാൻ നമ്മുടെ കുഞ്ഞുമാറ്റി ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞാറ്റിക്കും കൈനീട്ടം കൊടുത്തു. അപ്പോഴാണ് അമ്മ ഫോണിൽ എന്തോ പ്രോബ്ലം അങ്ങനെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാനത് നോക്കി റെഡിയാക്കി കൊടുക്കാട്ടോ ഇത്. പിന്നെ നമ്മുടെ വീട്ടിലെ വലിയ മനുഷ്യൻ ഇതേ ഇരിക്കുന്നതുണ്ടോ. പിന്നെ വലിയ മനുഷ്യൻ നമ്മൾ കൈനീട്ടം കൊടുത്തിട്ടില്ലായിരുന്നു. കൈനീട്ടം കൊടുക്കുന്ന ഇതാട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യനെ പിന്നെയാണ് ഞങ്ങൾ റെഡിയാക്കി എടുത്തത്. നല്ല അടിപൊളിയാക്കി സുന്ദരി കുട്ടപ്പനാക്കി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ചൂട് ഭയങ്കരമായതുകൊണ്ട് കുഞ്ഞാത്ത ഇങ്ങനെ വീശുകൊണ്ട് അവനെയും വീശുന്നുണ്ട്, അവൾക്കും വീശിക്കൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരെ കണ്ടേക്കണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും കാത്തുമ്പിയും കൂടിയിട്ട് അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതേ അപ്പുറത്ത് ഇക്കയുടെ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിനാജിക്കയുടെ ഓട്ടോയും വിളിച്ച് അവർ വളവനാട് അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവരിപ്പോൾ തന്നെ വരും കേട്ടോ, ഒരു 1-1.5 മണിക്കൂർ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഓർത്തിട്ട് പോവുകയാണ്. മാമൻ ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ മാമൻ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിതേ ഓട്ടോയിലേക്ക് കയറുകയാണ്. കാത്തുമ്പി ഉടുപ്പൊക്കെ മാറി കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ അങ്ങോട്ടേക്ക് പോയിട്ട് വേഗം വരാമെന്നും പറഞ്ഞ് പോയിറങ്ങിയതാണ്. അപ്പോൾ അവരങ്ങനെ പോവുകയാണ്. എനിക്കിതേ ടാറ്റായും ഉമ്മയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് വളവനാട് അമ്മയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഉച്ച സമയപ്പോൾ നമ്മുടെ ശിവക്കുട്ടൻ ഉറങ്ങിപ്പോയി. നമ്മുടെ ശിവക്കുട്ടൻ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ കോട്ടൊക്കെ ഊരി വെച്ച് കേട്ടോ. പിന്നെ ഞാനും അച്ഛനും കൂട്ടിയിട്ട് ഇതേ കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കും കേട്ടോ. ഞങ്ങളുടെ അപ്പുറത്ത് നമ്മുടെ രവിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പലണ്ടിയും ലേസും ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഇതേ ലേസ് നമ്മൾ ശിവക്കുട്ടന് കൊടുത്തിട്ട് അവിടെ ഇട്ടേച്ച് കേട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മൾ വെള്ളം കലക്കി വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ, ഭയങ്കര ചൂടായതുകൊണ്ടാണ്. പിന്നെ നമ്മളിതേ ഇഡലി ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇഡലിയും സാമ്പാറുമാണ്, പരിപ്പ് സാമ്പാറായിരുന്നു. അപ്പോൾ പരിപ്പ് സാമ്പാറും ഇഡലിയും കൂട്ടിയിട്ട് അങ്ങനെ ചോറ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ രാവിലെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മ ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ നമ്മൾ വൈകിട്ടാണ് വിഷുവിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ചിക്കനായിരുന്നു. ചിക്കൻ അമ്മ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിഷുവിൻ്റെ
അന്നത്തെ ദിവസത്തെ ഫുൾ ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങളാട്ടോ. പിന്നെ അതേ പതിവ് പോലെ ടി വിയും അച്ഛനും അവിടെ തന്നെയുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അച്ഛൻ ആ സോഫയിലും കാണും, ടി വിയും വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ കാത്തുമ്പിയും പിള്ളേരെല്ലാവരും കൂടിയിട്ട് വാതിക്കൽ നിന്ന് കളിയോട് കളിയാണ്, പാട്ടിടുക, കളിക്കുക. പിന്നെ നിതിൻ വന്നു കഴിഞ്ഞിട്ട് അതേ കത്തിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. നിതിൻ വന്നു കഴിഞ്ഞിട്ടല്ല, വരുന്നതിന് മുന്നേ നമ്മൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് വേറെ എവിടെയോ പോകാനുണ്ടായിരുന്നു. അങ്ങനെ വിഷുവൊക്കെ അല്ലേ, അവരിങ്ങനെ അടിച്ച് പൊളിച്ചൊക്കെ വരുമ്പോൾ കുറച്ച് നേരം ആകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വിഷുവിൻ്റെ അന്നത്തെ ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് വാ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ കത്താത്ത രീതിയിലുള്ള സാധനം ഉണ്ടല്ലോ, ആ സംഭവം 2-3 ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ കത്തിയതും ഉണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വല്ലാണ്ട് തീയാളി പിടിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും കുറച്ചൊക്കെ പേടിച്ച സംഭവമാണ്. പിന്നെ ഇതിൽ ഈ കൈ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ കയ്യിൽ ആ ഗിൽറ്റൊക്കെ കയ്യിൽ പെട്ടിട്ട് ഇങ്ങനെ വന്നത് നമ്മുടെ കുഞ്ഞാറ്റ കാണിക്കുന്നതാണ്. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഒരെണ്ണം ഗിൽറ്റ് ഉണ്ടാവും, അത് ഈ കളറുള്ളതിന് ഗിൽറ്റ് ഉണ്ടാവത്തില്ല, കൂടുതലും പുകയായിരിക്കും കേട്ടോ. അത് രണ്ടും കൂടി ഒരുമിച്ച് അവൾ കത്തിച്ച് കാണിക്കുന്ന അതാണ്. കണ്ട ഗ്രീൻ എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. കളേഴ്സ് ഉള്ളതിൽ പുകയായിരിക്കും കൂടുതലുണ്ടാവുന്നത്. പിന്നെ അതേ നമ്മുടെ കാത്തുമ്പിക്കും കത്തിച്ചു കൊടുത്ത് നമ്മുടെ കുഞ്ഞാറ്റയും കൂടെ നിന്ന് കത്തിക്കുകയാണ്. അപ്പോൾ അതേ അവൾ രണ്ടും കൂടിയിട്ട് കത്തിച്ച് ഇങ്ങനെ കുറേ നേരം, അവൾക്കൊരു പേടിയില്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കത്തിച്ചോളൂ. എനിക്കിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഇതൊക്കെ കൊളുത്തുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഫുൾ ഈ സംഭവം കത്തിച്ചത് നമ്മുടെ കുഞ്ഞാറ്റയാണ് കേട്ടോ. പിന്നെ നല്ലോണം കത്തിയതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, അതും അങ്ങനെ വിട്ടുപോയി. നമ്മുടെ ആ സമയത്ത് ഞാൻ ശിവക്കുട്ടിനെ എടുത്തുകൊണ്ട് വന്ന് കാണിക്കാനായിട്ട് പോയി. നമ്മളങ്ങനെയല്ലോ കൂടുതലും കാണിക്കുന്നത്. പിന്നെ ശിവക്കുട്ടിന് 1 വയസ്സായി കഴിഞ്ഞിട്ട്, അതായത് കുറച്ച് നല്ല ഇതായിട്ടുള്ള സമയത്ത് അവന് മനസ്സിലാകുന്ന രീതിയിലൊക്കെ ആകുമ്പോൾ ഉള്ള ആദ്യത്തെ വിഷു കൂടിയാണ്. 2ാമത്തെ വിഷു ആണെങ്കിലും ആദ്യത്തെ വിഷു പിന്നെ കുഞ്ഞായിരുന്നല്ലോ, തീരെ കുഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ വരുന്ന ഒരു നല്ല വിഷുവാണിത്. അതിന്റെ മത്താപ്പൂ അതിന്റെ പേര്. നമ്മുടെ ശിവക്കുട്ടിന് പേടി കണ്ട. പിന്നെ എന്തോ ഒരു ഇപ്രാവശ്യത്തെ പടക്കൊന്നും വലിയൊരു ഗുമ്മില്ല. അതുപോലെ ഇന്ന് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചതില്ല, കുറച്ച് സാധനങ്ങൾ ഈ ഒരു പുറത്ത് പൊട്ടിക്കണ്ടേ. പിള്ളേരൊക്കെ ഈ റോഡിലിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ആ സൗണ്ടാണ് ആ കേൾക്കുന്നത്. ഇപ്പൊ നിതിൻ വന്നിട്ട് ഓലപ്പടക്കം പൊട്ടിക്കാം. അപ്പൊ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സെറ്റ് ഇത് കമ്പിത്തിരി മൊത്തം നമുക്ക് പൊട്ടിച്ചു തീർക്കാം. കാത്ത് പൊട്ടിക്കടി, എല്ലാം എടുത്ത് പൊട്ടിക്കും. ചെല്ല് നമ്മുടെ അച്ഛനും ശിവക്കുഞ്ഞും പോയി അങ്ങനെ നിതിൻ വന്നിട്ട് പിന്നെ ഓലപ്പടക്കമൊക്കെ പൊട്ടിച്ചു. അങ്ങനെ കുറച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ പ്രത്യേകിച്ച് വിഷുവിന് എവിടെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്, ഈ വീഡിയോ ഇടുന്നത് തന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ വൈൻഡപ്പ് എടുക്കുന്നതും കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. എനിക്ക് കാത് ഭയങ്കര വേദനയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. വിഷുവൊക്കെ കഴിഞ്ഞ് 3 ആഴ്ച എങ്ങാണ്ടാണ്, 4ാമത്തെ ആഴ്ച എങ്ങാണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ്, പോയിട്ടില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 28-ാം തീയതിയാണ് കേട്ടോ, ഈ ഒരു വൈൻഡപ്പ് വീഡിയോ തന്നെ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 30-ാം തീയതി ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകത്തുള്ളൂ. ഇപ്പം ഇന്ന് എനിക്ക് ഭയങ്കര കാതുവേനാണ് കേട്ടോ, എന്താണെന്നറിയത്തില്ല. ഞാൻ ഈ കമ്പി ഇട്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കമ്പിയല്ല, കമ്പി സ്ലൈഡ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചൊറിയൊക്കെ ചെയ്യും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മേലാതിരിക്കുന്നതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകാഞ്ഞത്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വിഷുവിൻ്റെ ആഘോഷം. അപ്പോൾ നമ്മുടെ വിഷു വീഡിയോ വരുന്നത് ഇതും കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇടും കേട്ടോ, ഈ 28-ാം തീയതി തന്നെ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും കാണാം. കാണുന്നതുവരെ ടാറ്റാ.